നമസ്കാരം. 1201 ആണ്ട് തുടങ്ങിയാണ്. ഓഗസ്റ്റ് മാസം 17 തീയതി തൊട്ട് ചിങ്ങമാസം 1 തീയതി തുടങ്ങുകയാണ്. ഈ കർക്കിടകത്തിലെ രാമായണ മാസം തിരിയാൻ പോകുന്നു. വാവ് അവസാനിച്ചു. ഇനി പുതിയ വർഷം, പുതിയ ആരംഭം, പുതിയ ചിന്തകള്, പുതിയ ഗ്രഹപകർച്ചകള്, പുതിയ രാശികൾ ഒക്കെ വരികയാണ്. ചിങ്ങമാസം 1 തീയതി തൊട്ട് അടുത്ത കർക്കിടകം വരെ ഉള്ള ഓരോരോ ഓരോ അവസ്ഥകൾ വരികയാണ്. അവസ്ഥാന്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം, അതായത് ഈ 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി തൊട്ട് കർക്കിടക മാസം അവസാനത്തെ ദിവസം വരെ ഉള്ള ഒരു സ്ഥിതി വിശേഷം, സാധാരണ ഗ്രഹപ്പകർച്ചകൾ കൊണ്ട് നാടിനും വ്യക്തികൾക്കും സംഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ 1201 ആണ്ടില് സാധാരണഗതിക്ക് കഴിഞ്ഞ വർഷമൊക്കെ രാഹുവിന്റെയും കേതുവിന്റെയും ശനിയുടെയും ഒക്കെ പകർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വ്യാഴത്തിന്റെ പകർച്ചകൾ മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും പകരുന്നുണ്ട്. ബുധന്റെയും ചൊവ്വയും ചന്ദ്രൻ അതൊക്കെ അറിയാലോ. അതൊന്നും പിന്നെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതാണ്. അതൊരു മറ്റേ ഈ വർഷഫലങ്ങളിൽ പറയാൻ പാകത്തിനുള്ള പകർച്ച. ശരിക്കും വ്യാഴം ഒരു വർഷം കൂടുമ്പോൾ പകരുന്നു, രാഹുകേതുക്കൾ ഒരു വർഷം കൂടുമ്പോൾ പകരുന്നു, ശനി 2.5 വർഷം കൂടുമ്പോൾ പകരുന്നു. അതെല്ലാം കൂടെ ഒത്ത് വന്നതായിരുന്നു 1200 ആണ്ട്. 1201 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ വ്യാഴപ്പകർച്ചയാണ് നമുക്ക് പ്രധാനമായി കാണപ്പെടുന്നത്. 1201 ആണ്ട് പൊതുവെ ജനങ്ങൾക്ക് ഗുണകരവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തൊഴിലഭിവൃദ്ധിയും കാർഷികമായി നിൽക്കുന്ന ഉയർച്ചയും, വൃത്തിക്ക് നാശമല്ല, കാർഷിക ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. എങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങള്, പരസ്പര കലഹങ്ങള്, ഭരണാധികാരികൾക്കുള്ള ഭീതികള് അതൊക്കെ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. എന്നാൽ സമ്പൽ സമൃദ്ധിക്ക് കുറച്ച് ഐശ്വര്യം ഉണ്ടാകാൻ വരുന്ന കാലഘട്ടമാണ് ഈ 1201 എന്ന് പറയുന്ന ഈ ആണ്ട്. അതിന്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം സാമ്പത്തികപരമായിട്ടൊക്കെ പലർക്കും ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്താൻ പറ്റുന്ന കാലഘട്ടം. ഇനി ഈ വർഷം അശ്വതി തൊട്ട് രേവതി വരെ, അല്ലെ മേടം രാശി തൊട്ട് മീനൻ രാശി വരെയുള്ള ഓരോ കൂറുകളുടെ ഫലങ്ങള്, അവരനുഭവിക്കുന്ന കാര്യങ്ങള്, അവർ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങള്, അവർ ചെയ്യേണ്ട കാര്യങ്ങള്, അവർക്ക് ഗുണം വന്ന കാര്യങ്ങള് എല്ലാം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂറിനെ ആസ്പദമാക്കി നമ്മൾ ഒരു ഫലം പറയുമ്പോൾ അത് പ്രാർത്ഥനയുണ്ടെങ്കിൽ, മോശമാണെങ്കിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, നാമജപാദികൾ ചെയ്താൽ, ക്ഷേത്ര ദർശനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ കൂറുഫലം പറയുന്നത്. എനിക്ക് അനുകൂലമാണ് എന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോകാതെ ഇരിക്കരുത്. ഈ 2 കൂട്ടരും ശ്രദ്ധിച്ചു പോണം. അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. അപ്പൊ ഈ ഏകദേശം ഈ ഒരു വർഷം ഒരു ഫലം നമുക്കൊന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ അശ്വതിയും ഭരണിയും കാർത്തികക്കാല് എന്ന് പറയുന്ന മേടക്കൂറുകാര്. ഈ മേടക്കൂറ് ഉള്ളവർക്ക് ഈ വരുന്ന, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം തുലാമാസത്തിൽ വരെ, തുലാമാസം 1 തീയതി വരെ അവർക്ക് ഈ വ്യാഴത്തിന് ഒരു പകർച്ച വ്യത്യാസമുണ്ട്. തുലാം 1 തൊട്ട് വൃശ്ചികം 19 വരെ ഇടയ്ക്ക് ഒരു മാസത്തേക്ക് കർക്കിടകത്തിലേക്ക് പോകും. എങ്കിലും പൊതുവെ ചിങ്ങമാസം തൊട്ട് ഇടവമാസം 19 തീയതി വരെ, ഇടവമാസം 19 തീയതി വരെ വ്യാഴം മിഥുനത്തിലും, ഇടവമാസം 19 തീയതിക്ക് ശേഷം വ്യാഴം കർക്കിടകത്തിലുമാണ് ഈ വർഷത്തെ വ്യാഴത്തിന്റെ പകർച്ച. അപ്പൊ അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കൂടുന്ന മേടക്കൂറുകാർക്ക് ഇടവമാസം 19 തീയതി വരെ 3 വ്യാഴവും, ഇടവമാസം 19 തീയതിക്ക് ശേഷം 4 വ്യാഴവും വരുന്നത്. അതുപോലെ തന്നെ അവർക്കുടെ മേടക്കൂറുകാർക്ക് 5 കേതുവും 11 രാഹുവും നിൽക്കുന്നു. 12 ശനിയുടെ ഭാവമുണ്ട്. 12 ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനത്തിലെ ശനി. പൊതുവെ മേടക്കൂറുകാർക്ക് ഈ ഇടവമാസം വരെയൊന്നും അത്ര അനുകൂലമല്ല. കാർഷിക കാര്യങ്ങൾക്ക് നാശങ്ങൾ വരിക,
വ്യവസായ രംഗത്ത് ദുരിതങ്ങൾ ഉണ്ടാവുക, സമ്പത്ത് വന്നാൽ അതനുസരിച്ച് ഉയർച്ച ഉണ്ടാകാതിരിക്കുക, അനാവശ്യമായി നിൽക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാവുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മാനസിക സമ്മർദ്ദം കൂടുക ഇത്യാദി വിഷയങ്ങളൊക്കെ ഇവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ മേടക്കൂറുകാര് പരമാവധി എല്ലാ ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം, അയ്യപ്പന്റെ അടുത്ത ദർശനങ്ങള്, പക്കപ്പിറന്നാള് തോറും ശിവന് ധാരാമറയ മുതലായ വഴിപാടുകൾ നടത്തുക. അതുപോലെ അടുത്ത ഇടവമാസം വരെ ഈ വ്യാഴം 3 നിൽക്കുന്നത് കൊണ്ട് നല്ല വൈഷ്ണവ പ്രാർത്ഥന, വിഷ്ണു, കൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലുള്ള ഭജനങ്ങള്, ധാരാളം നാരായണ നാമജപങ്ങള് ഒക്കെ ചെയ്തു പോകേണ്ട കാലഘട്ടമാണ്. ഷുഗർ രോഗമുള്ളവരോ പ്രഷർ രോഗമുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, നേത്രരോഗമുള്ളവർ ശ്രദ്ധിക്കുക, ശിരോരോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയങ്ങളൊക്കെയാണ്. അപ്പൊ അവസാനം ഈ അടുത്ത വർഷം ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസങ്ങൾ വരുമ്പോൾ അവസാന കാലമൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ച് സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും കുടുംബത്തെ ഐശ്വര്യവും പുതിയ വാഹനങ്ങൾ മേടിക്കലും വീടിന്റെ അഗ്രിമെന്റ് വെക്കലും ഒക്കെ സാധിക്കും. പക്ഷെ ആദ്യ സമയത്തൊക്കെ കുറച്ച് ദുരിതങ്ങൾ കാണപ്പെടുന്നുണ്ട്. അത് കാരണം ഈ പറഞ്ഞ ഭജനങ്ങളും പ്രാർത്ഥനകളും നാമജപാദികളുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ മേടരാശിക്കാർക്ക് അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് നമ്മളെ ഇടവൻ രാശിക്കാരുടെ കഥയാണ് പറയുന്നത്. കാർത്തിക മുക്കാലും രോഹിണിയും മകയിര് തരയും. ആ ഇടവൻ രാശിക്കാർക്ക് നിലവിൽ 2 വ്യാഴമാണ്, 4 കേതുവാണ്, 10 രാഹുവാണ്, 11 ശനിയാണ്. അവർക്ക് എന്താ പറയാ, ഇടവമാസം 19 അടുത്ത ഇടവമാസം 19 വരെ വ്യാഴം 2 അതിനുശേഷം 3 പൊതുവെ അവർക്ക് ഇപ്പൊ അനുകൂല ഘടകങ്ങളാണ്. ഭാഗ്യമുള്ള സമയമാണ്, ഈശ്വരാധീനമുള്ള സമയമാണ്, ഐശ്വര്യമുള്ള സമയമാണ്, സാമ്പത്തികപരമായി മുന്നേറാൻ പറ്റിയ സമയമാണ്, ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ അത്യാവശ്യം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ സമയമാണ്. തൊഴിലിനകത്തായാലും ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലായാലും അത്യാവശ്യം ഉയർച്ചകൾ വരിക, കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവുക, നല്ല ബന്ധുജന സമാഗമം ഉണ്ടാവുക, നല്ല നല്ല അവസ്ഥകൾ ഉണ്ടാവുക, ഇതിനൊക്കെ പറ്റിയ സമയമാണ് ശരിക്കും ഇടവക്കൂറുകാർക്ക്. ഒരു ദോഷവുമില്ല. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഗണപതി പ്രാർത്ഥനയും സർപ്പത്തെ ഒന്ന് പ്രീതിപ്പെടുത്തുക, ശിവക്ഷേത്ര ഭജനങ്ങള് അതൊക്കെ ചെയ്യണം. തൊഴിൽപരമായി ചില അസ്ഥിരാവസ്ഥയും തൊഴിൽപരമായ ചില ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടം ആയതുകൊണ്ട് അതിനൊക്കെ വേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ്. അതിന് പോകുന്ന കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത് നല്ലതാണ്. അവർക്ക് ഈ പറയുന്ന ഇടവരാശിക്കാർക്ക് അല്ലെങ്കിൽ ഇടവക്കൂറുകാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടവമാസം 19 ശേഷം 2 വ്യാഴം 3 മാറിക്കഴിയുമ്പോൾ ഇടവമാസം തൊട്ട് ഇടവ മിഥുനം കർക്കിടകം തൊട്ട് പിന്നെ ഒരു വർഷകാലത്തേക്കാണ്. ഇടവമാസം 19 അവരുടെ നമ്മുടെ പൊതുവെ വ്യാഴപ്പകർച്ച തന്നെ. അത് കഴിയുമ്പോൾ കുറച്ച് ദുരിതങ്ങളും വിഷയങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിന്റെ ആദ്യ ഭാഗത്തുള്ളവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ആ സമയമാകുമ്പോൾ വ്യാഴത്തിന്റെ പകർച്ചയുടെ വിശേഷങ്ങൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്നോളാം. എങ്കിൽ പോലും പൊതുവെ ഒരു അനുകൂലമായ ഘടകങ്ങളാണ്. തൊഴിൽ രംഗത്തൊക്കെ ഉയർച്ച കിട്ടാനും തൊഴിൽ മാറാനും തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകാനൊക്കെ ശിവക്ഷേത്ര ഭജനം വിഷ്ണുഭജനം ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. മാസത്തിൽ ഗണപതി ഭഗവാനെ തൊഴുതും ഗണേശനെ പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും ഗണപതി നാമങ്ങൾ ജപിക്കുന്നവർക്ക് ശ്രേയസ്കരമാണ്. പൊതുവെ അത്ര ദുരിതമല്ല. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരുപാട് ഉന്നതത്തിലേക്ക് എത്താൻ പറ്റുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഇടവക്കൂറുകാർക്ക്. മകയിരത്തിന്റെ അവസാനവും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യ ഭാഗവും കൂടി കഴിഞ്ഞ മിഥുനക്കൂറുകാർക്ക് ഇപ്പൊ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുക, 3 കേതു സഞ്ചരിക്കുക, 9 രാഹു സഞ്ചരിക്കുക, കർമ്മസ്ഥാനത്ത് ശനി സഞ്ചരിക്കുക, 10 ശരിക്കും നിലവിൽ എല്ലാ മിഥുനക്കൂറുകാർക്കും നിലവിൽ കണ്ടകശനിയാണ്. കണ്ടകശനി സഞ്ചരിക്കുന്ന സമയമാണ്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം വ്യാഴം 2ാം ഭാവത്തേക്ക് ഇടവമാസം 19 ശേഷം അടുത്ത വർഷത്തെ ഇടവമാസം 19 ശേഷം വ്യാഴം 2ാം ഭാവത്തേക്ക് വരികയാണ്. അപ്പോ വ്യാഴത്തിന്റെ ഇനി വരുന്ന പകർച്ച ശരിക്കും മിഥുനക്കൂറുകാർക്ക് നല്ല ഗംഭീരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. സാമ്പത്തികപരമായി ഈ പറഞ്ഞ ഈ വർഷത്തിന്റെ അവസാനമൊക്കെ ആയി കഴിഞ്ഞാൽ സാമ്പത്തികപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാവുക, ഐശ്വര്യങ്ങൾ ഉണ്ടാവുക, പുതിയ സ്ഥലങ്ങൾ മേടിക്കുക,
വാഹനങ്ങൾ മേടിക്കുക, ജോലി കിട്ടുക, വിദേശയാത്ര സഞ്ചരിക്കുക, നല്ല നല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുക, സന്തോഷകരമായ ജീവിതം ഉണ്ടാവുക, രോഗങ്ങൾക്കൊക്കെ മുക്തി ലഭിക്കുക, അങ്ങനെ പല കാര്യങ്ങൾക്കും മിഥുനക്കൂറുകാർക്ക് നടക്കാൻ പറ്റിയ സമയമാണ്. കുടുംബത്ത് തന്നെ മംഗളകർമ്മം നടക്കാൻ പറ്റിയ കാലഘട്ടവും കൂടിയാണ് ഈ വരുന്ന അടുത്ത ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള അവസാന കാലയളവ് തൊട്ട്. 10 ശനി നിൽപ്പുണ്ട്. അത് കാരണം തന്നെ ശിവക്ഷേത്ര ഭജനവും അയ്യപ്പ ഭജനം, ഗണപതി ഭജനം ഇതൊക്കെ ചെയ്യുന്നത് ഈ കണ്ടകശനിയുടെ ദുരിതങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. കണ്ടകശനി അത്ര കേമായിട്ട് അവർക്ക് ഉപദ്രവമാവില്ല വ്യാഴക്ഷേത്രത്തിൽ നിൽക്കണ ആയതുകൊണ്ട്. എങ്കിൽ പോലും അവര് ഈ ഹനുമാൻ ഭജനം, ഗണപതി ഭജനം ഒക്കെ ചെയ്തു പോകണ നല്ലതാണ്. ഇപ്പൊ നിലവില് ഈ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കൊണ്ട് വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളും നാരായണനാമ ജപാദികളും കൂടുതൽ ചെയ്യുന്നത് കുറച്ചുകൂടി ശ്രേയസിന് കാരകത്വം വയ്ക്കും. കുറച്ചുകൂടെ നന്മ ഐശ്വര്യം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് മിഥുനക്കൂറുകാർ അങ്ങനെ ചെയ്തു പോവുക. ശനിയാഴ്ച നിർബന്ധമായിട്ട് ശനിയാഴ്ച അയ്യപ്പനെയോ ശാസ്താവിനെയൊക്കെ അയ്യപ്പനെ, ശാസ്താവിനെ, മഹാദേവനെയൊക്കെ തൊഴുതു പോകുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ കുറച്ചുകൂടി അതൊരു ഭാഗ്യാഭിവൃദ്ധിക്ക് നന്മയുണ്ടാകാനുള്ള വഴിയുണ്ട്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിന്റെ അവസാനവും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് അടുത്ത ഇടവമാസം 19 തീയതി വരെ 12ാമത്തെ വ്യാഴമാണ്, 2 കേതുവാണ്, അഷ്ടമത്തിൽ രാഹുവാണ്, 9 ശനിയാണ്. ശരിക്കും പൊതുവെ അവർക്ക് ഈ വർഷത്തിന്റെ ആദ്യ കാലഘട്ടമൊക്കെ വളരെ ദുരിതങ്ങളാണ്. വാദസംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾ വർദ്ധിക്കുക, മരുന്ന് കഴിച്ചാൽ ഫലത്തിലേക്ക് എത്താതിരിക്കുക, അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥത, ഉദരപ്ലീഡകള്, കുട്ടികൾക്ക് ദുരിതങ്ങള്, സാമ്പത്തികപരമായ നഷ്ടങ്ങള്, അനാവശ്യമായി നിൽക്കുന്ന പേരുദോഷങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് നിർബന്ധമായും കൃത്യമായിട്ടും വിഷ്ണുക്ഷേത്ര ഭജനം, വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം, ധാരാളം നാരായണനാമ ജപം, വിഷ്ണുവിന് നെയ്വിളക്ക് നടത്തുക, തുളസിമാല നടത്തുക, ഇടയ്ക്കിടയ്ക്ക് പാൽപ്പായസം കഴിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്തു പോവുക. നല്ല വിഷ്ണുഭരം ചെയ്യണം. അതുപോലെ തന്നെ രാഹു അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാരണം ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ സാധ്യത കൂടുതലുള്ള കാരണം മാസത്തില് നവഗ്രഹത്തിൽ രാഹുപൂജ കഴിക്കാം. അതുപോലെ തന്നെ സർപ്പത്തിന് വഴിപാടുകൾ കഴിക്കാം. എല്ലാ ദിവസവും നവഗ്രഹങ്ങളുടെ ഗ്രഹപ്രീതി വരുത്താൻ പ്രാർത്ഥിക്കാം. നവഗ്രഹങ്ങളുടെ നാമങ്ങൾ ജപിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് വളരെ കേമത്താണ്. എന്നാൽ ഈ കർക്കിടകൻ രാശിപ്പെട്ട ഈ പുണർത്തി മുക്കാലും പോയി ആയില്യമുള്ളവർക്ക് ഈ വർഷത്തെ അവസാന കാലഘട്ടമാകുമ്പോൾ വ്യാഴത്തിന്റെ പകർച്ചയോടുകൂടി പല വിഷമഘട്ടങ്ങളും മാറിയിട്ട് പുതിയതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇടവമാസം തൊട്ട് പലതും പ്രതികൂലമായി നിന്ന് അനുകൂലമാവാൻ സാധ്യതയുണ്ട്. പല സങ്കടങ്ങളും സന്തോഷകരമായി മാറാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ലാഭങ്ങൾ വരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കർക്കിടകക്കൂറുകാർക്ക് വർഷാവസാനമാകുമ്പോൾ സംഭവിക്കാം. അതുപോലെ തന്നെ എങ്കിൽ പോലും തന്നെ ഈ കർക്കിടകക്കൂറുകാർക്ക് വിദേശയാത്രയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. തൊഴിൽ മാറുമ്പോൾ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വൈഷ്ണവ നാമജപങ്ങളും വൈഷ്ണവ ക്ഷേത്ര ദർശനങ്ങളും കൂടുതലായിട്ട് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്കൊരു പരിഹാരമാകും എന്നുള്ളതാണ് അവസ്ഥ. കർക്കിടകം കഴിഞ്ഞ ചിങ്ങക്കൂറിലേക്ക് വരുമ്പം മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ ഭാഗം അവിടെ ലഗ്നത്തിൽ കേതുവാണ്, 7ാമിടത്ത് രാഹുവാണ്, 11ാമിടത്ത് വ്യാഴമാണ്, അഷ്ടമത്തിൽ ശനിയാണ്. ശരിക്ക് ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. കുറെ നാളുകളായി ദുഃഖിച്ചിരുന്ന പല വിഷയങ്ങൾക്കും നമുക്ക് പരാധീനതകൾക്കും പരിഭവങ്ങൾക്കും മുക്തി നേടാൻ പറ്റുന്ന കാലഘട്ടമാണ്. പല കാര്യങ്ങളും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വരാൻ പറ്റിയ കാലഘട്ടമാണ്. ഒരുപാട് ശ്രേയസ്കരമായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാനും സാമ്പത്തികപരമായി മുന്നേറ്റം ഉണ്ടാവാനും നല്ല വീടുകൾ മേടിക്കാനും നല്ല ജോലി കിട്ടാനും നല്ല കാര്യങ്ങൾ നടക്കാനും ഒക്കെ പറ്റിയ സമയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 7ലെ രാഹുവും ലഗ്നത്തിലെ കേതുവും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഒരു ഭാഗ്യാവൃത്തിയുള്ള കാലഘട്ടമാണ് ഈ ശരിക്കും അടുത്ത ഇടവമാസത്തിന് ശേഷം അവർക്ക് 12ാമിടത്ത് വ്യാഴം വരും. വർഷാവസാനമാകുമ്പോൾ ചില ദുരിതങ്ങളും സങ്കടങ്ങളും വേർപാടുകളും നഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായ നാശങ്ങളും ദുരിതങ്ങളും ഒക്കെ വരാം. പൊതുവെ അവര് സർപ്പത്തിന് നന്നായിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളും സർപ്പപ്രീതിയും രാഹുപ്രീതിയും നവഗ്രഹത്തിൽ രാഹുവിന് വഴിപാടുകളൊക്കെ ചെയ്ത ഒരുപാട് തടസ്സങ്ങൾ വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഗണപതി ഭവനെ പ്രവർത്തിച്ച ദേഹാസ്വസ്ഥകള്, ശാരീരിക അസ്വസ്ഥതകളായി നിൽക്കുന്ന വിഷയങ്ങള്, മടി ഇത്യാദി വിഷയങ്ങളൊക്കെ ഒരുപാട് മാറാൻ സാധിക്കും.
പ്രതീക്ഷിക്കാത്ത ചില ദുരിതങ്ങൾ വരാനുണ്ട്, ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ മഹാദേവ പ്രാർത്ഥനയും അയ്യപ്പ പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ വർഷത്തിന്റെ ആദ്യകാലത്തെ കഥ ഞാൻ പറയണേ. അവസാനമാകുമ്പോൾ വ്യാഴം 12ലേക്ക് വരും. പിന്നെ വ്യാഴപ്രീതി നടത്തിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. നന്നായിട്ട് വൈഷ്ണവ പ്രാർത്ഥന ചെയ്താൽ മാത്രമേ നമുക്ക് അനുകൂലമാകാൻ സാധിക്കുകയുള്ളൂ. അത് വ്യാഴഫലം പറയുന്നുണ്ട്, പിന്നീട് ആ സമയമൊക്കെ ആകുമ്പോൾ പറയും. ആ സമയത്ത് പിന്നെ അത് നമുക്ക് നോക്കിയാൽ മതി. പക്ഷെ എങ്കിലും അവസാന കാലത്ത് കുറെ ദുരിതങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങളും സമ്പത്തുകളും ഒക്കെ ഒരു പരിധി വരെ സൂക്ഷിച്ചു വെക്കുന്നതും ഇപ്പൊ കിട്ടുന്ന നന്മകളൊക്കെ ശ്രേയസ്കരമായി മാറ്റുന്നതും ഒക്കെ നല്ലതാണ്. അതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ അത്യാവശ്യമുള്ള കടങ്ങളൊക്കെ വീട്ടിൽ വെക്കുക, നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു വെക്കുന്നതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് നല്ലതാണ്. അടുത്ത് കന്നിക്കൂറ്. ഉത്രത്തിന്റെ അവസാനവും അത്തവും ചിത്തിരയും കൂടുന്ന കന്നിക്കൂറുകാർക്ക് 7 കണ്ടകശനിയായിട്ട് ശനിയുണ്ട്. അവരുടെ 12ാമടുത്ത് കേതുവും 6 രാഹുവാണ് നിൽക്കണേ. അവർക്ക് ഇപ്പൊ 10ലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ. ഇടവമാസത്തിന് ശേഷം 11ാമടത്തേക്ക് വ്യാഴം വരും. ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷം എന്ന് വേണം ഇപ്രാവശ്യം പറയാം. കാര്യം കണ്ടകശനി ആണെങ്കിൽ പോലും അത്രയ്ക്ക് വലിയ ദോഷമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഒന്ന് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്, അതുകൊണ്ട് അത്രയ്ക്ക് ദുരിതമൊന്നും പറയാനില്ല. പക്ഷെ എങ്കിലും വ്യാഴം 10ലൊക്കെ സഞ്ചരിക്കണം, ഗുണദോഷ സമ്മിശ്രമാണ്. അത്ര കേമത്തമായൊരു ഫലം എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോണു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ വർഷം, ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അവർക്ക് വളരെ അനുകൂലാവസ്ഥയിലേക്കാണ് പറയുന്നത്. വളരെ ഗംഭീരമായ അനുകൂലാവസ്ഥയിലേക്ക് വരും. വർഷാവസാനം തൊട്ട്, അതായത് ഇടവമാസം തൊട്ട് പിന്നെ വരുന്ന ഒരു വർഷക്കാലം ഒരുപാട് നന്മകൾ ജീവിതത്തിൽ വരാനും ഐശ്വര്യങ്ങൾ വരാനും ശ്രേയസ്കരമായ നിമിഷങ്ങൾ വരാനും പല നേട്ടങ്ങൾ ഉണ്ടാക്കാനും വസ്ത്രങ്ങളില്, അതുപോലെ തന്നെ വാഹനാദികളില്, വീടുകളില്, കുട്ടികളില് ഒക്കെ നേട്ടങ്ങൾ വരാനും സന്തോഷകരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാനും പറ്റിയ വർഷങ്ങളാണ് ഈ വർഷത്തിന്റെ അവസാനം. ഈ പുതുവർഷത്തിന്റെ ഏറ്റവും അവസാന കാലം തൊട്ട് ഒരു വർഷത്തേക്ക് അവർക്ക് വരാൻ പോകുന്നത്. എങ്കിലും അവരിപ്പോ ഈ ആദ്യ ഭാഗം, ഏകദേശം ആദ്യ ഭാഗത്തൊക്കെ അവര് 7 ശനിയൊക്കെ നിൽക്കുന്നതിന് തടസ്സങ്ങൾ കൂടുതലുണ്ട്. കാരണം ശാസ്താവിന്റെ ഭജനം, അയ്യപ്പവനം, മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാദേവ ക്ഷേത്രങ്ങളിൽ തൊഴുക, ശനിയാഴ്ച ക്ഷേത്രോത്സവം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു പോക്കണം. അതുപോലെ 10ലെ വ്യാഴം നിൽക്കണം, പൂർത്തീകരണം, ആ അവസാന നിമിഷത്തെ അവസ്ഥക്ക് വ്യത്യാസം വന്നാലും ധാരാളം നാരായണനാമം ജപിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്തു പോണത് കേമത്താണ്. കന്നി കഴിഞ്ഞിട്ട് നമ്മള് തുലാക്കൂറിലേക്ക് വരുമ്പോൾ ചിത്രയുടെ അവസാനവും ചോതിയും വിശാഖത്തിന്റെ ആദ്യഭാഗവും കൂടുന്ന തുലാക്കൂറുകാർക്ക് നിലവിൽ 9 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 6 ശനി സഞ്ചരിക്കുക, 5ാമടുത്ത് രാഹു, 11ാമടുത്ത് കേതു, അങ്ങനെയാണ് നിൽക്കുന്നത്. പൊതുവെ അവർക്ക് ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്ര പ്രതികൂലാവസ്ഥയല്ല, അത്യാവശ്യം അനുകൂലമാണ്. സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാവുക, നല്ല നല്ല കാര്യങ്ങൾ നടക്കുക, ഐശ്വര്യം ഉണ്ടാവുക, സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവുക, സന്തതി ഉണ്ടാവുക, സന്തതി പരമ്പരയ്ക്ക് നന്മയുണ്ടാവുക, നല്ല നല്ല സമാഗമങ്ങൾ ഉണ്ടാവുക, നല്ല നല്ല കാര്യങ്ങൾ കിടക്കുക, നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ട്. അങ്ങനെയൊക്കെ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ 5ലെ രാഹു നിൽക്കുന്നത് കാരണം കുട്ടികൾക്ക് ദുരിതങ്ങളും സന്താന ദുരിതങ്ങളും ഒക്കെ വന്ന് സാധിക്കാനും സന്താന വിഷയത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയൊക്കെ ഉള്ള കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോവുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക, രാഹുവിനെ പ്രീതിപ്പെടുത്തുക, നമഃശിവായ ജപിക്കുക, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു പോകുമ്പോൾ കുറച്ചുകൂടി ഗുണകരമായ അവസ്ഥാവിശേഷം. 11ാമത്തെ കേതു നിൽക്കുന്നത് ശ്രേയസ്കരം തന്നെയാണ്. അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അവർക്ക് ഈ വർഷത്തെ ഇപ്പൊ ഈ പുതുവർഷം തുടങ്ങി ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസം വരെയുള്ള ഫലങ്ങൾ പറയുമ്പോൾ ഇടവമാസം തൊട്ട് ഈ പറഞ്ഞ 9ലെ വ്യാഴം 10ലേക്ക് വരികയാണ്. അപ്പൊ 10ലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. 9ലെ വ്യാഴം പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല. ചെറിയ ചെറിയ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകും. അടുത്ത 1201 ഇടവമാസം 19 തൊട്ട് ഒരു വർഷത്തേക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടം ശ്രദ്ധിക്കണം. എങ്കിലും അത് ഞാനിപ്പോ പറഞ്ഞു, വർഷാവസാനം കുറച്ച് ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. എല്ലാത്തിനും ഏറ്റവും നല്ല ഗുരുവായൂരപ്പ ഭജനമാണ്, മഹാവിഷ്ണുവിന്റെ ഭജനാണ്, ശ്രീകൃഷ്ണ ഭജനാണ്, നാരായണനാമജപാണ്. അതുകൊണ്ട് തന്നെ അതിനെയും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സത്യത. തുലാം കഴിഞ്ഞ് നമ്മൾ വൃശ്ചികൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ വിശാഖത്തിന്റെ അവസാനം അനിഴവും തൃക്കേട്ടയും കൂടുന്ന അവസ്ഥ. അവർക്ക് 4ാമടുത്ത് രാഹു, 5ാമടുത്ത് ശനി, അഷ്ടമത്തിൽ വ്യാഴം, കർമ്മത്തിൽ കേതുവാണ്. പൊതുവെ നല്ല പ്രാർത്ഥനയുള്ളവർ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതല്ല എങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. തടസ്സങ്ങൾ ഉണ്ടാവുക, ദുരിതം ഉണ്ടാവുക, അസ്വസ്ഥത ഉണ്ടാവുക, അരിഷ്ടത ഉണ്ടാവുക, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുക. പൊതുവെ മനസ്സിന്
അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആണെന്ന് പറയാം. പക്ഷെ ഈ പുതുവർഷം തുടങ്ങി ഇടവമാസമൊക്കെ കഴിഞ്ഞ് അവർക്ക് 9ലേക്ക് വ്യാഴം വരികയാണ്. ഈ വർഷാവസാനം നമ്മളിപ്പോ ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലത്തെ പറയുമ്പോൾ ഈ വർഷത്തിന്റെ അവസാനത്തെ കാലഘട്ടം ആവുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന കാര്യങ്ങൾ വരിക, ഐശ്വര്യം ഉണ്ടാവുന്ന കാര്യങ്ങൾ നൽകുക, നല്ല നല്ല മുഹൂർത്തങ്ങൾ, നല്ല ചിന്തകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ വീടുകൾ പുതുക്കി പണിയാൻ സാധിക്കുക, സ്ഥലങ്ങൾ മേടിക്കാൻ സാധിക്കുക, വാഹനം മാറി മേടിക്കാൻ സാധിക്കുക, വിദേശത്ത് ജോലികൾ ലഭിക്കുക, ജോലി നല്ലത് കിട്ടുക, നല്ല സ്ഥാനത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കുക, കുറെ കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കുക. അതിനൊക്കെ പറ്റിയ കാലഘട്ടമാണ് ഈ പുതുവർഷത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടം എന്ന് വെച്ചാൽ ഇടവമാസത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. അതുവരെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തായാലും ഈ പറയുന്ന വൃശ്ചികക്കൂറുകാർ നിർബന്ധമായിട്ട് മാസത്തിലൊക്കെ ഒന്ന് ഗുരുവായൂർ പോകാമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഗുരുവായൂരപ്പിനെ വൈകുന്നേരം ആകുമ്പോൾ പ്രാർത്ഥിച്ച് സമയദോഷം മാറണേ ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഓർത്ത് ഒരു കുറെ നേരം നാരായണനാമം ജപിക്കുന്നത് നല്ലതാണ്. മാസത്തിൽ അടുത്തുള്ള വൈഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം പക്കപ്പിറന്നാൾ തോറും ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തു പോവുക. മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും കുടുംബത്തിന്റെ നന്മയ്ക്കും ശിവന് കടുംപായസം കഴിക്കുക, രാഹുവിന് വഴിപാട് കഴിക്കുക, സർപ്പത്തിന് നിവേദ്യം കഴിക്കുക, സർപ്പത്തിന് പാൽപ്പായസം കഴിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേരളത്താണ്. വൃശ്ചികക്കൂറ് കഴിഞ്ഞ് നമ്മൾ ധനുക്കൂറിലേക്ക് വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ ഭാഗമാണ്. അവർക്ക് 4 കണ്ടകശനി ആയിട്ടുണ്ട്. 7ാം ഭാവത്തിൽ വ്യാഴം നിപ്പുണ്ട്. 3 രാഹുവും 9 കേതുവാണ്. പൊതുവെ ഇപ്പൊ കണ്ടകശനി ഉണ്ടെങ്കിൽ അത്ര പ്രതികൂലാവസ്ഥ എന്നൊന്നും പറയാൻ പറ്റുന്ന കാലഘട്ടമല്ല. അനുകൂലം തന്നെയാണ്. ഒരു പരിധിവരെ സമാധാനവും സന്തോഷവുമായിട്ട് കാര്യങ്ങൾ പോകുന്ന കാലഘട്ടമാണ്. കാര്യങ്ങൾ ഒരു പരിധിവരെ നന്നായി നടക്കുന്ന സമയങ്ങളാണ്. ചെറിയ ചെറിയ ദുരിതങ്ങളും അസുഖങ്ങളും വാദത്തിന്റെയും പിത്തത്തിന്റെയും ഒക്കെ പല കോപങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വയസ്സായവർക്കൊക്കെ വാദപിത്തങ്ങൾ കോപിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറെ നന്മകളും ഐശ്വര്യമുള്ള കാലഘട്ടം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കുക, ഒരു മനസ്സമ്മാനം ഉണ്ടാകാം, ഇതൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. നല്ല ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉള്ളവർക്കാണ് ഉത്തരോത്തര അഭിവൃദ്ധി, അതിഗംഭീരമായ അവസ്ഥ എന്നൊക്കെ പറയാം. അവര് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ശനിയാഴ്ചകളിൽ അയ്യപ്പനെ, ശിവനെ, മഹാദേവനെ തൊഴുക, പക്കപ്പിറന്നാൾ തോറും ശിവനെ ധാര കഴിക്കുക, ശനിദോഷങ്ങൾ മാറാൻ ശാസ്താവിനെ തൊഴുക, ഗണപതിയെ തൊഴുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം. ഈ വർഷാവസാനം, അതായത് ഈ പുതുവർഷം ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള കാലഘട്ടം പറയുമ്പോൾ വർഷത്തിന്റെ അവസാനമാകുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം കുറച്ച് ദുരിതങ്ങൾ, ഉദ്ദേശിക്കുന്ന അനുസരിച്ച കാര്യങ്ങൾ ചെയ്താൽ ഫലം കിട്ടാത്ത അവസ്ഥ, അനാവശ്യ വിരോധങ്ങൾ വരിക, സാമ്പത്തിക ദുരിതങ്ങൾ വരിക, പെട്ടെന്ന് കടം കയറുക, വ്യവസായത്തിന് നാശം വരിക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. വർഷാവസാനമാകുമ്പോൾ വൈഷ്ണവ പ്രാർത്ഥനയും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും നാരായണനാമജപങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യണം. ഇപ്പോഴും അത് വേണം, എങ്കിലും ആ വർഷാവസാനമാകുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുക. ഇടവമാസം 19 തൊട്ട് ഒരു വർഷത്തേക്ക് അവർക്ക് ദോഷസമയമാണ്. അടുത്ത ഇടവമാസം 19 തൊട്ട് ഒരു വർഷത്തേക്ക്. ആ സമയമാകുമ്പോൾ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് നടത്തി വെക്കേണ്ടതായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വല്ല വിവാഹ നിശ്ചയിപ്പ്, വിവാഹ ആലോചനകള്, വീട് പണിക്കുള്ള തുടക്കങ്ങള്, പുതിയ വ്യവസായരംഭ തുടക്കങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ പറ്റിയ കാലഘട്ടം ഇടവമാസം 19 ചെയ്തു വെച്ചാൽ അത് വളരെ ശുഭകരമാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് തന്നെ. ഈ ശിരോരോഗങ്ങളുള്ളവരൊക്കെ, കഫത്തിന്റെ അസുഖമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അസുഖങ്ങളൊക്കെ വന്ന ഹോസ്പിറ്റലിലൊക്കെ പോവുക, അതൊക്കെ ചെയ്തിരിക്കണം. ഉത്രാടത്തിന്റെ അവസാനവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഭാഗവും കൂടിയ മകരക്കൂറ്. ഉത്രാടം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ ഭാഗം. മകരക്കൂറുകാർക്ക് ഇപ്പൊ 12ാം ഭാവത്ത് രാഹുവും അഷ്ടമത്തെ കേതുവും 6ൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരിക്ക് ഈ വ്യാഴത്തിന് മകരക്കൂറുകാർക്ക് നീചഭംഗ രാജയോഗവും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ കാരണം വ്യാഴം 6ലാണെങ്കിൽ അത്രയ്ക്ക് വലിയ ദുരിതങ്ങളൊന്നും അവർക്ക് അനുഭവിക്കാൻ സാധ്യതകളില്ല ഇപ്പൊ. കാരണം അവർ അത്രയ്ക്ക് ദുരിതമൊന്നും അനുഭവിക്കുന്നില്ല. കാരണം എന്തായാലും ചെറിയൊരു വ്യാഴദൃഷ്ടിയൊക്കെ അങ്ങോട്ടുള്ളത് കൊണ്ട് അത്ര വലിയ കേമായിട്ടുള്ള ദുരിതങ്ങളൊന്നുമില്ല. ശരിക്കും 6ൽ വ്യാഴം പോയ നല്ല ദുരിതങ്ങൾ അനുഭവിക്കണം, അത്രയൊന്നും അവർക്ക് എത്തില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ശാരീരികമായ അസ്വസ്ഥത, മാനസികമായ അസ്വസ്ഥത, നല്ല മടിയുണ്ടാവുക, അലസത ഉണ്ടാവുക, ഒരു കാര്യങ്ങൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാവാതിരിക്കുക, നല്ല ബന്ധുമിത്രാദികൾ അകന്നു പോവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്കൊക്കെ അവര് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികം വന്നാൽ നിലനിൽക്കാത്ത അവസ്ഥാവിശേഷം, അധിക ചെലവുണ്ടാവുക, ഗ്രഹനിർമ്മാണമൊക്കെ ചെയ്ത് ഓവർ പൈസ നഷ്ടപ്പെട്ടു പോവുക, പെട്ടെന്ന് അനാവശ്യ കലഹങ്ങൾ ഉണ്ടാവുക, കലഹങ്ങൾ മൂലം മാനസിക ദുരിതങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതുവർഷം ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ളതിൽ വളരെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മാസം എന്ന് പറഞ്ഞാൽ
എത്രമാത്രം കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകും അത്രയും കൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. എല്ലാ തിരുവോണത്തിനും അല്ലെങ്കിൽ ഉത്രാടത്തിന് അവിട്ടത്തിന് അവനവന്റെ പക്കപ്പിറന്നാൾ തോറും പാൽപ്പായസം കഴിച്ചു പോവുക. ദിവസം എത്ര നാരായണനാമം ജപിക്കുക അത്രയും ജപിക്കുക. 108 എന്ന് പറയുന്ന ഒരു മഹാസംഖ്യയിൽ പിടിച്ചു നിൽക്കണ്ട. അത് എത്ര വേണില്ലാകാവും. അത് 1008 ഒക്കെ വെച്ച് നാമം ജപിക്കാം. മാക്സിമം നാരായണനാമം ജപിക്കുക. നാരായണനാമം ജപിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വളരെ കേമത്തമാണ് ആദ്യത്തെ കാലം. അതിനുശേഷം ഈ പുതുവർഷത്തിലെ മകരക്കൂറുകാർക്ക് ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലത്തിൽ പറയുമ്പോൾ വർഷ അവസാനം ആകുമ്പോഴത്തേക്ക് 7ലേക്ക് വ്യാഴം വരുവാണ്. കുറച്ചുകൂടി അതിഗംഭീരമായ വർഷമാണ്. കേസരി യോഗം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എല്ലാ ഐശ്വര്യവും നന്മയും ശ്രേഷ്ഠതയും ഉണ്ടാവാൻ പറ്റിയ വർഷമാണ്. കേമത്തമായ ഒരുപാട് ഫലങ്ങൾ ഉണ്ടാവാൻ പറ്റിയ വർഷങ്ങളാണ്. എല്ലാ നന്മയും ഐശ്വര്യവും തികയാൻ പറ്റുന്ന വർഷങ്ങളാണ്. അതുകൊണ്ട് ആ സമയത്തെ അവസാനമാകുമ്പോഴത്തേക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നക്ഷത്രക്കാര് വിവാഹാലോചനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് തടസ്സം വന്നാലും ദുഃഖിക്കണ്ട. ഇടവമാസത്തിന് ശേഷമൊക്കെ അതൊക്കെ പതുക്കെ തീരുമാനമാകാൻ പറ്റിയ സമയമാണ്. വീട് വിൽക്കാൻ, സ്ഥലം വിൽക്കാൻ, വീട് വെക്കാൻ, വീട് നിർമ്മിക്കാൻ, കോഴ്സ് പാസ്സാവാനൊക്കെ ഉള്ളൊരു ടെൻഷൻ ആക്കണ്ട. വർഷാവസാനം തൊട്ട് അവർക്ക് നല്ല സമയം വരികയാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും വൈഷ്ണവ പ്രാർത്ഥനയും നാമജപാതകളും ധാരാളമായി ചെയ്യുന്നത് നല്ലതാണ് മകരക്കൂറുകാർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മകരം കഴിഞ്ഞ് നമ്മൾ കുംഭക്കൂറിലേക്ക് വരുമ്പോൾ ഔട്ടത്തിന്റെ അവസാനവും ചതയും പൂരുട്ടാതിയും കൂടുന്ന പൂരുട്ടാതിയുടെ ആദ്യ ഭാഗം കൂടുന്ന കുംഭക്കൂറുകാർക്കാണ്. കുംഭത്തിലെ രാഹുവും 7 കേതുവും 7ര ശനിയുടെ അവസാനത്തെ ശനിയും 2ാം ഭാവത്ത് ശനിയും 5 വ്യാഴവും നിൽക്കണതാണ്. കുംഭക്കൂറുകാർക്ക് പൊതുവെ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇടവമാസം വരെ ചിങ്ങമാസത്തിലെ ഫലം പറയുമ്പോൾ ചിങ്ങം തൊട്ട് ഇടവം വരെ അനുകൂലവും ഇടവത്തിന് ശേഷം വരുന്ന ഒരു വർഷം അല്പം പ്രതികൂലാവസ്ഥയുമാണ്. കാരണം 7ര ശനിയുടെ അവസാന കാലഘട്ടമാണ്. വ്യാഴം 5 നിൽക്കുകയാണ്. ഇപ്പൊ പൊതുവെ കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രാർത്ഥനയുള്ളവർക്ക് അതിഗംഭീരമായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. തടസ്സങ്ങളും ദുരിതങ്ങളും ദേഹാസ്വസ്ഥതകളും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വലിയ മുട്ടുകൂടാതെ നടക്കുക. ഒരു കാര്യത്തിലും മുടക്കം വരാതിരിക്കുക. അത്യാവശ്യം സാമ്പത്തിക വരായിക ഉണ്ടാവുക. കാര്യങ്ങൾ ഭംഗിയാവുക. കടങ്ങളൊക്കെ തീർക്കാൻ പറ്റുക. നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആണെങ്കിൽ ഉണ്ടാവുക. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല ജോലികൾക്കുള്ള സാധ്യത ഉണ്ടാവുക. ജോലി മാറ്റം കിട്ടുക. ചെറിയ ചെറിയ സമാധാനം ഉണ്ടാവുക. സന്തോഷം ഉണ്ടാവുക. അങ്ങനെയൊക്കെ പറ്റിയ കാലഘട്ടമാണ് ശരിക്കും കുംഭക്കൂറുകാർക്ക്. പക്ഷെ ഈ വർഷത്തെ അവസാന ഫലം കഴിയുമ്പോഴത്തേക്ക് 6ലേക്ക് വ്യാഴം വരും. 7ര ശനിയുടെ അവസാനത്തെ സമയം വരും. അപ്പൊ അതൊക്കെ വരുന്നത് ദുരിത കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ തന്നെ കുംഭക്കൂറുകാർക്ക് എല്ലാ ശനിയാഴ്ചയും മഹാദേവ ദർശനം, ശാസ്താവിന്റെ അമ്പലത്തിൽ പോവുക, ശബരിമലയ്ക്ക് ദർശനം നടത്തുക, ശബരിമലയ്ക്ക് മുദ്ര കൊടുത്തു വിടുക, അയ്യപ്പന് എള്ളുപായസം കഴിക്കുക, ഗണപതി ഹോമം കഴിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വർഷാവസാനം ആകുമ്പോഴത്തേക്കും വ്യാഴം 6ലേക്ക് മാറാനും വൈഷ്ണവ ഭജനം നന്നായിട്ട് ചെയ്യുക, വിഷ്ണു പ്രാർത്ഥനകൾ ചെയ്യുക. ഇപ്പോഴും വിഷ്ണു പ്രാർത്ഥന ചെയ്യുന്നത് അവർക്ക് അഭിവൃദ്ധിക്ക് നല്ലതാണ്, ശ്രേയസിന് നല്ലതാണ്. വൈഷ്ണവ ക്ഷേത്ര ദർശനം, നാരായണനാമവും വരുമാനം കൂട്ടാൻ നല്ലതാണ്, കാര്യങ്ങൾ നടക്കാൻ നല്ലതാണ്, സമാധാനം ഉണ്ടാവും നല്ലതാണ്, സന്തോഷം ഉണ്ടാവും നല്ലതാണ്. അത് കാരണം ഈ വർഷം വിഷ്ണുഭജനം കൂടുതലായിട്ട് ചെയ്യണം. ഒപ്പം തന്നെ അവസാന കാലഘട്ടമാകുമ്പോൾ കൂടുതലായിട്ട് ചെയ്യുക. മഹാദേവ പ്രാർത്ഥന നിർബന്ധമായി ശനി ഞായർ ദിവസം ശിവന്റെ അമ്പലത്തിൽ, അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ തൊഴുന്നതാണ്. കാരണം ലഗ്നത്തിൽ രാഹുവും കൂടെ ഉള്ള കാലഘട്ടമാണ്. ദേഹാസ്വസ്ഥങ്ങളും ദുരിതങ്ങളും ഒക്കെ കുറയുക, ശിരോരോഗങ്ങൾ കുറയുക, അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു ബുദ്ധിപരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കുപോക്ക് വരുത്താനായിട്ട് മഹാദേവ ഭജനവും കൂടെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഉത്തമമാണ്. കുംഭക്കൂർ കഴിഞ്ഞ് നമ്മൾ മീനക്കൂറിലേക്ക് വരുമ്പോൾ പൂരുട്ടാതി അവസാനം ഉത്രട്ടാതിയും രേവതിയും കൂടുന്ന മീനക്കൂറിലേക്ക് വരുമ്പോൾ മീനക്കൂറുകാർക്ക് നിലവിൽ 7ര ശനി ലഗ്നത്തിൽ ശനിയാണ്. അവരുടെ 12ാമടുത്ത് രാഹുവും 6ല് കേതു നിൽക്കുന്ന സമയമാണ്. 4ലേക്ക് വ്യാഴം സഞ്ചരിച്ചു. ഗുണദോഷ സമ്മിശ്രമായി നിൽക്കുന്ന വർഷങ്ങളാണ്. ദേഹാസ്വസ്ഥങ്ങള്, ശാരീരികാസ്വസ്ഥങ്ങള്, മാനസിക വ്യതകളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം. എങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു ആശ്വാസമുള്ള കാലഘട്ടമാണ്. അതിലും കുറച്ചുകൂടെ നന്നായി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം. അതായത് ചിങ്ങം തൊട്ട് കർക്കിടകം വരെയുള്ള ഫലം പറയുമ്പോൾ ഇടവമാസം തൊട്ട് ആദ്യത്തെ 10 മാസം കഴിഞ്ഞ് അവർക്ക് കുറച്ചുകൂടെ കേമത്തമായ, ഗുണകരമായ, നന്മയുള്ള, ഐശ്വര്യമുള്ള ഒരു ഫലത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. വ്യാഴം 5ലേക്ക് പോകുമ്പോൾ 4ലെ വ്യാഴം അത്രയ്ക്ക് ഗുണത്തെ തരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഈ ആദ്യത്തെ 10 മാസമൊക്കെ ഈ ലഗ്നത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് 7ര ശനിയുടെ ലഗ്നഭാവം ആയതുകൊണ്ടും 12ാമടുത്ത് രാഹു ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ശാരീരിക അസ്വസ്ഥതകള്, പ്രഷർ, ഷുഗർ പോലത്തെ അസുഖങ്ങള്, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങള്,
അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക. ജലജന്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ രക്തത്തിന് അണുബാധകൾ, രക്തസംക്രമമായി നിൽക്കുന്ന രോഗങ്ങൾ, അങ്ങനെയൊക്കെ സാധ്യതകൾ ഉള്ളതുകൊണ്ട് മഹാദേവന്റെ ഭജനം, നമഃശിവായ ജപം, മഹാദേവന് പക്കപ്രനാള് തോറും ധാര കഴിക്കുക, കൂവളത്തിലമാല കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർ ചെയ്തു പോകണം. അതുപോലെ തന്നെ വ്യാഴം 4 നിൽക്കുന്നു, അത് 5ലേക്ക് വരണം. 4 നിൽക്കുന്ന വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും അത് കൂടുതൽ അഭിവൃദ്ധി തരാനായിട്ട് എല്ലാം വ്യാഴാഴ്ചയും മഹാവിഷ്ണു, ശ്രീകൃഷ്ണ, ശ്രീരാമൻ, നരസിംഹ അമ്പലങ്ങളിൽ ദർശനം നടത്തുക, ധാരാളം നാരായണനാമം ജപിക്കുക, അതുപോലെ ഗണപതി ഭഗവാനെ നന്നായിട്ട് ഉപാസിക്കുക. മാസത്തിലൊന്ന് അയ്യപ്പന് മറ്റേ നീലാഞ്ജനം കഴിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം, പട്ട് ധരിപ്പിക്കുക, പട്ട് ഉടയാട സമർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് മീനക്കൂറുകാർക്ക് നല്ലതാണ്. മീനക്കൂറുകാർക്ക് 2 വർഷത്തെ ലോങ് പ്രൊജക്ട് ആയി നിൽക്കുന്ന കാര്യങ്ങൾ, വീട് നിർമ്മാണം, സ്ഥലം വാങ്ങൽ, ബിസിനസ് തുടങ്ങൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അത് പതുക്കെ പതുക്കെ അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മീനക്കൂറുകാർക്ക് ഇപ്പൊ എന്തെങ്കിലും ദുരിതങ്ങൾ കാണിക്കുന്നുണ്ട്, അത് മുൻപോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം ആലോചിക്കാൻ പറ്റിയ കാലഘട്ടമാണ്. വിവാഹങ്ങളൊക്കെ ആലോചിച്ചു കൊടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതിനൊക്കെ നല്ല സമയമാണ്. പൊതുവെ 1200 കർക്കിടകം കഴിഞ്ഞിട്ട് 1201 മാസം ചിങ്ങമാസം തൊട്ട് കർക്കിടക മാസമുള്ള ഫലം പറയുമ്പോൾ ഈ വ്യാഴം ഉച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വ്യാഴത്തിന്റെ ഉച്ചരാശി എന്ന് പറയുന്നത് കർക്കിടകമാണ്. അപ്പൊ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ പൊതുവെ വ്യാഴാനുകൂല്യം ഒരു ഐശ്വര്യത്തിന്റെ, ഒരു സമാധാനത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ ഫലമാണ് പൊതുവെ പുതുവർഷത്തിൽ പറയാൻ പറ്റുന്നത്. ചെറിയ ചെറിയ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വിഷുഫലത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, വർഷമുണ്ടാവും, വലിയ ദുരിതങ്ങൾ പറയാനില്ല, മഴയുണ്ടാവും, എന്ന ദോഷങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം നന്നായിട്ട് മഴയുണ്ട്, ഇതുവരെ വേറെ ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷവും കുറച്ച് ഗുണകരമായി നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാലും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളും കലഹങ്ങളും ഭരണകേന്ദ്രങ്ങൾക്കുള്ള പ്രതിസന്ധികളും ഭരണ നേതൃത്വമുള്ളവർക്ക് പേടിയും ഭയവും ഒക്കെ വരാനും മരണാധിക്ലേശങ്ങൾ, നേതാക്കന്മാർക്ക് മരണാധിക്ലേശങ്ങൾ വരാനൊക്കെയുള്ള സാധ്യതകൾ അടുത്ത വർഷമുണ്ട്. പക്ഷെ ജനവിഭാഗത്തെ കുറിച്ച് വിചാരിച്ചു നോക്കുമ്പോൾ നന്മയും ഐശ്വര്യവുമാണ്, കാർഷിക വൃത്തിയും നന്മയാണ്, മൃഗാദികൾക്ക് നല്ലതയാണ്, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുവെ ശൈവ വൈഷ്ണവ ശക്തമായി നിൽക്കുന്ന പ്രാർത്ഥനാ സമ്പ്രദായത്തിലൂടെ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഭഗവതിമാരുടെയും അനുഗ്രഹത്തോടുകൂടി ഒരു വർഷം ഭംഗിയാകും എന്നുള്ള പ്രതീക്ഷ നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് അവരുടെ നാമജപാദികളിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ, അവരുടെ ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ പരമ്പരയ്ക്ക് നന്മയും ഐശ്വര്യവും നൽകട്ടെ എന്ന് നമ്മൾ അവരുടെ സാഷ്ടാംഗം നമസ്കരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വർഷം ഗുണകരമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിച്ച് പുണ്യമാകാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമസ്കാരം. ഗോവിന്ദൻ.